ഈ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ശബരിനാഥൻ കോർപ്പറേഷനിൽ മത്സരിക്കുമോ? ദാറ്റ് ഈസ് എ ലോക്കൽ ഇഷ്യൂ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അങ്ങനെ ഒരു ലോക്കലായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ശബരിനാഥിനെ പോലെയുള്ള ഒരു MLA ആയിട്ടിരുന്ന ആളാണ്, ആ ആളിനെ എന്തുകൊണ്ടാണ് കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്? ഇതേ സാഹചര്യം തന്നെയാണ് CPM-ലും MP ആയിരുന്നിട്ടുള്ള സമ്പത്തിനെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇതുപോലെ പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നു. ഉയർന്ന പദവിയിലിരുന്നവരെ താഴേക്ക് കൊണ്ടുവരികയാണ്. ഇത് താഴേന്നും മുകളിൽ നിന്നും ഉള്ളൊരു വിഷയം ഇതിൽ വരുന്നു എന്ന് തോന്നുന്നില്ല. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പാർട്ടീസ് അറ്റാച്ച് എ പ്രീമിയം ടു ദി കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക്. അവിടെയാണ് ഈ പറയുന്ന പേരുകളെല്ലാം തിരുവനന്തപുരത്തേക്കാണ് കേൾക്കുന്നത്. KS ശബരിനാഥൻ, മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും പഴയ തിരുത്തൽവാദി നേതാവും ഒക്കെ ആയിരുന്ന G കാർത്തികേയന്റെ പ്രിയപുത്രനാണ്. അദ്ദേഹം യുവ നേതാവാണ്. കോൺഗ്രസിൽ സംഘടനാതല KSU-ലൂടെ വിദ്യാസമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കളക്ടറാണ്, ദിവ്യ സയ്യർ IAS. അങ്ങനെ വലിയ പൈതൃകത്തിന് ഉടമയായ നല്ല പ്രതിച്ഛായുള്ള ഒരാൾ. അപ്പം സാധാരണ നമ്മളൊരു ടാഗ് ചാർത്തി കൊടുക്കും. KS ശബരിനാഥൻ, അദ്ദേഹം അരുവിക്കര MLA ആയിരുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ കഴിഞ്ഞില്ല, വീണ്ടും അരുവിക്കരയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കാം. പണ്ട് ആര്യനാട് സീറ്റ് എന്നായിരുന്നു പേര്, G കാർത്തികേയൻ ജയിച്ചിരുന്ന. അപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ സ്വാധീനമുള്ള ഒരു ഫേസ്, നായർ സമുദായത്തിൽപ്പെടുന്ന ഒരാൾ. അപ്പോൾ കോർപ്പറേഷൻ മേയറായി വരുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പ് പലപ്പോഴും ഈ നായർ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ പദവിയിൽ പലപ്പോഴും വന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷം, പ്രത്യേകിച്ചും അത് അങ്ങനെ തന്നെയാണ്. ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ആ ഒരു പരിഗണനയും വന്നു എന്നാണ് പൊതുവെ അതിനെ ഒബ്സർവ് ചെയ്യുന്നവർ കാണുന്നത്. അങ്ങനെയെങ്കിൽ ശബരിനാഥനെ മുന്നിൽ നിർത്തി കോർപ്പറേഷൻ പിടിക്കുക എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? കാരണം കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ട് തിരുവനന്തപുരത്തെക്കുറിച്ച്. ശശി തരൂർ പല ആവർത്തി ജയിച്ചു വന്ന 4 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിച്ചു വന്ന ആളാണ്. അത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടല്ല എന്ന് അറിയാനുള്ള സാമാന്യ ബോധം കോൺഗ്രസിനുണ്ട്. കാരണം അത് തരൂർ എന്ന വിശ്വഭവന് കിട്ടുന്ന ഒരു വോട്ടാണ്, ബോണസ് വോട്ടാണ്. പിന്നെ മുന്നണിയുടെ ഒരു സംവിധാനം, തിരുവനന്തപുരം നഗരത്തിന് പുറത്തുള്ള റൂറൽ മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്, കോർപ്പറേഷൻ ലിമിറ്റിന് പുറത്തുള്ള മേഖലകളും ഉണ്ട്. അപ്പോൾ ആ സാഹചര്യം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല. പ്രത്യേകിച്ച് BJP അതിശക്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ. ന്യായമായും BJP അധികാരത്തിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ശബരിനാഥൻ എന്ന കോൺഗ്രസ് നേതാവിനെ മുന്നിൽ നിർത്തി മുൻകൂട്ടി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. 101 വാർഡുകളിലാണ് മത്സരം. അതിൽ പകുതിയോളം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പോലും കോൺഗ്രസ് തയ്യാറാക്കി വെച്ചു എന്നാണ് പറയുന്നത്. സാധാരണ കോൺഗ്രസ് ഏറ്റവും അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ. കോർപ്പറേഷനിൽ 10 സീറ്റേ ഉള്ളൂ, നിലവിൽ 10 സീറ്റേ ഉള്ളൂ. ആ സീറ്റിൽ നിന്നങ്ങോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വളരെ പരിതാപകരമായിരുന്ന അവസ്ഥ. ഇതിൽ നിന്നങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. BJP ഒരു ത്രെഷോൾഡിലെത്തി നിൽക്കുകയാണ്. 45-ന്റെ ആ പരിധിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ അധികാരത്തിലേക്ക് വരണമെങ്കിൽ BJP ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സ്ട്രെങ്ത്തിൽ നിന്ന് മുന്നോട്ട് പോകണം. കോൺഗ്രസിന് 10-ൽ നിന്നും എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? അത് വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. ഇടതുപക്ഷത്തിനും BJPക്കും താഴെ 3-ാം സ്ഥാനത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെങ്കിലും UDF-ൻ്റെ അവസ്ഥ. എല്ലായിടത്തും അങ്ങനെയല്ല. മറ്റിടങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൽ കോട്ടയം ജില്ലയിലും ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗത്തും ഒക്കെ മെച്ചപ്പെട്ട, എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, ഇവിടെയൊക്കെ കോൺഗ്രസിന് നല്ല മേൽക്കൈ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഒരു തേരോട്ടം അവിടെ എപ്പോഴും പ്രതീക്ഷിക്കാം. അത് എല്ലാ തിരഞ്ഞെടുപ്പിലും, നിയമസഭാ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, എല്ലായിടത്തും. കോഴിക്കോട് UDF നില മെച്ചപ്പെടുത്തും, കണ്ണൂർ പോലും UDF നില മെച്ചപ്പെടുത്തും. കാരണം ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം കുറച്ചൊക്കെ കോൺഗ്രസിനും UDF-നും അനുകൂലമായി അടുത്ത കാലത്ത് വന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായി വേണമെങ്കിൽ അത് സൂചിപ്പിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല അവസ്ഥ. അതുകൊണ്ടാണ് വലിയ നേതാക്കളെ, ഒന്ന് ഇപ്പോൾ പറഞ്ഞത് ശബരിനാഥൻ്റെ കാര്യം മാത്രമാണ്, എന്നാൽ ഇടതുപക്ഷം അതിനേക്കാൾ ശ്രദ്ധ ചെലുത്തുന്നു. മുൻ MP, 2 പ്രാവശ്യം MP ആയിരുന്ന സമ്പത്തിനെ, സമ്പത്തിനെ, ആറ്റിങ്ങൽ MP ആയിരുന്നു,
കെ അനിരുദ്ധന്റെ മകനാണ്, മുൻ വലിയ CPM പാരമ്പര്യമുള്ള MP സ്ഥാനം കഴിഞ്ഞിട്ടും ഡൽഹിയിൽ അദ്ദേഹത്തിന് ചില ചുമതലകളൊക്കെ കൊടുക്കുന്നുണ്ട്. എ സമ്പത്ത് എന്ന് പറയുന്നത് യുഗപ്രഭാവനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തെ വളരെ ഗൗരവത്തിൽ CPM നഗരസഭ നിലനിർത്താൻ വേണ്ടി ചുമതല ഏറ്റെടുത്തു. CPMന് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ പ്രശാന്ത് മേയർ ബ്രോ എന്ന പേരിൽ വളരെ പ്രശസ്തനായിട്ട്, കാരണം എല്ലാവരിലേക്കും ആക്സസ് ഉള്ള ആൾ, സൗമ്യനായ ആൾ, ജാടകളോ പൊണ്ണക്കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾ, ജനകീയനായ ഒരാൾ. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച വട്ടിയൂർക്കാവിൻ്റെ MLA ആയി മാറി. പക്ഷേ പ്രശാന്തിനെ അല്ലല്ലോ പിന്നീട് പരിഗണിച്ചത് ആര്യ രാജേന്ദ്രനെയാണ്. ആര്യ രാജേന്ദ്രൻ പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഉണ്ടാക്കി വെച്ച അവമതിപ്പ് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇടതുപക്ഷം സൃഷ്ടിച്ചത്. കാരണം ഒരു ബസ് ചേസ് ചെയ്ത് കൊണ്ടുപോകുക, ഡ്രൈവറെ നിർത്തി വലിച്ചിറക്കുക, മറ്റ് പല കാര്യങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ജനങ്ങളെ വേർപ്പിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ, ഒരുപാട് ചെക്കേർഡ് പാസ്റ്റ്. സജിൻ്റെ MLAയുടെ ഭാര്യയാണെങ്കിൽ പോലും അതൊക്കെ ഒരു സ്വജനപക്ഷപാതത്തിൻ്റെയൊക്കെ വലിയ ഒരു കോട്ട സിസ്റ്റത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. വളരെ ചെറുപ്പക്കാരിയായ ഒരാളെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നതിനെ CPMനെ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ തന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി കാത്തു സൂക്ഷിക്കാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് LDFന് പേറേണ്ടി വരും. അങ്ങനെയെങ്കിൽ സംശുദ്ധമായ പ്രതിച്ഛായയുള്ള നല്ലൊരു നേതാവായ, തലയെടുപ്പുള്ള നേതാവായ സമ്പത്തിനെ എന്തുകൊണ്ട് നിർത്തിക്കൂടാ? ഇതൊരു ഗൗരവമുള്ള ചോദ്യമാണ്. ഒരു പക്ഷേ അദ്ദേഹം മത്സരിക്കും. ഇനി BJPക്കാണ് അതിനേക്കാൾ ഈ ഏറ്റവും വലിയ ഡു ഓർ ഡൈ ബാറ്റിൽ BJPക്കാണ്. ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിക്കുന്നതിൻ്റെ പടിവാതിലെത്തി നിൽക്കുന്നു. തൃശ്ശൂർ ഈ ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും അത് സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഹൈപ്പാണ്. അതിനുശേഷമൊക്കെ തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ BJP അങ്ങ് പിടിക്കുമെന്ന് കൃത്യമായി നിർവചിക്കാൻ ആവില്ല. തിരുവനന്തപുരത്ത് ദർ ഇസ് എ ബെറ്റർ ചാൻസ്. അങ്ങനെയെങ്കിൽ ശക്തരായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ നിർത്തു VV രാജേഷിനെ മത്സരിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ K ശബരിനാഥനും VV രാജേഷും നേരിട്ട് ഈ കേന്ദ്ര രാജ്ഭവൻ ഉൾപ്പെടെ ഇരിക്കുന്ന കവടിയാർ കൊട്ടാരമൊക്കെ ഇരിക്കുന്ന കവടിയാർ വാർഡിൽ മത്സരിച്ചാൽ പോട്ടി പാറുന്ന പോരാട്ടമായിരിക്കും. അപ്പം ഭയങ്കരമായ ഇതാണ്. 3 വൻ നേതാക്കൾ. രാജേഷും തിരുവനന്തപുരം ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മുഖമാണ്. BJPക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ശക്തമായ മുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെ BJPയും കോൺഗ്രസും CPMഉം വളരെ ഗൗരവത്തോടു കൂടി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. തിരുവനന്തപുരം ഞാനൊരു സാമ്പിളായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരളം ആസകലം. അപ്പോൾ വലിയ നേതാക്കൾ ചെറിയ ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നു. സാധാരണ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയും, ഈ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കാനുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, വളർന്നു വരുന്നവർക്ക് അവസരം കൊടുക്കാനുള്ള ഒന്നാന്തരം ഒരു വേദിയാണ്. അവിടെ മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുക, അല്ലെ അറിയപ്പെടുന്ന നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാത്രം കേന്ദ്രീകരിക്കുക. അതിൽ നിന്ന് മാറി KPCC ജനറൽ സെക്രട്ടറി കൂടിയായ മുൻ MLA ശബരിനാഥൻ, BJPയുടെ ഉന്നത നേതാവായ VV രാജേഷ്, CPMന്റെ അനിഷേധ്യ നേതാവായ സമ്പത്ത്, ഈ പേരുകളൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. അവസാനം ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും മത്സരരംഗത്ത് ഉണ്ടാവില്ലായിരിക്കാം. ഇത് വളരെ ഏർലി പ്രൊജക്ഷൻസ് ആണ്. പക്ഷെ തിരുവനന്തപുരം നഗരം വലിയ ഒരു പോരാട്ടത്തിന് വേദിയാകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, കേരളം മുഴുവൻ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അപ്പം ഇവിടെ എന്താണ് റിസൾട്ട്? അത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഒരു ചാൻസ് എടുക്കാൻ പാർട്ടികൾ തയ്യാറാവുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അവിടെയും കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബാധിക്കും. അങ്ങനെ ബാധിക്കണമെന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആണ് CPMഉം മുന്നണിയും എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വലിയ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, ആശാവർക്കർമാർക്ക് പോലും 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നു, റബ്ബറിന് താങ്ങുവില 200 രൂപയാക്കി മാറ്റുന്നു, നെല്ലിന് സംഭരണ വില 30 രൂപയാക്കി മാറ്റുന്നു, 4 ഗഡു DA 4% പുതിയ ശമ്പള കമ്മീഷൻ വരുന്നു എന്ന് വേണ്ട എല്ലാ വിഭാഗം ആളുകളെയും ടച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വലിയ സോപ്പുകളാണ്. അതോടൊപ്പം തന്നെയാണ് ഈ CPI-CPM തർക്കം പരിഹരിച്ചിരിക്കുന്നു. ഇതാ PM ശ്രീ പദ്ധതി ഞങ്ങൾ വിജയകരമായി കൈകൊടുത്ത് പരിഹരിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദമൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വികസനത്തിൻ്റെ വലിയ പദ്ധതി, ഇൻകംബൻസി അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നത്. പ്രതിപക്ഷത്തിന് ഓഫറല്ലേ കൊടുക്കാൻ പറ്റൂ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ.
അതുകൊണ്ട് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തോ അനുകൂലമായ വിധിയെഴുത്തോ ഒന്നും ആകണമെന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ്. അവിടെ ലോക്കൽ ഫാക്ടേഴ്സാണ്, പ്രധാനമായും ലോക്കൽ ഫാക്ടേഴ്സാണ്. പക്ഷേ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളും വികസന പദ്ധതികളും, പ്രത്യേകിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇത് 2 തലയുള്ള വാളാണ്. ദാരിദ്ര്യമുക്ത കേരളമായി, അതിദരിദ്രമുക്ത കേരളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓരോ പത്രസ്ഥാപനത്തിനും, ഓരോ ടെലിവിഷൻ ചാനലിനും, ഓരോ പത്രപ്രവർത്തകനും എത്രയോ നിരവധി അനവധി കേസുകൾ കാട്ടാം, അതിദരിദ്രരുടെ സ്റ്റോറീസ് ചെയ്യാം. അപ്പം ഇത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ ആവതിലധികം അവന്യൂസ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു ജാൺമേൽ കളിയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം. തൽക്കാലം ഈ മമ്മൂട്ടിയെ സാക്ഷി നിർത്തി, മോഹൻലാലും കമലഹാസനും വന്നില്ല, മമ്മൂട്ടിയെങ്കിലും ഉണ്ടായി, താരതർക്കമുണ്ടായി, ഒരു ക്ലെയിമാണ്. പക്ഷെ അത് നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇതിനുപയോഗിച്ച പാരാമീറ്റേഴ്സ് വളരെ ചെക്കാണ്. 64,006 പേരെ മാത്രം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇതാണ് അതിദരിദ്രർ എന്ന് പറയുമ്പോൾ പാർട്ടി തന്നെ പറഞ്ഞ കണക്കുകളുണ്ട്, മുന്നണി തന്നെ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലുണ്ട്. അത് തന്നെ 4 ലക്ഷം പേരാണ്. പിന്നെ ഈ പറയുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി അനുസരിച്ച് യെല്ലോ കാർഡുള്ള എല്ലാ അതിദരിദ്ര വിഭാഗങ്ങൾ ഫ്രീ റേഷൻ ലഭിക്കുന്ന 5,90,000 ഫാമിലീസ് ഉണ്ട്. ഒരു ഫാമിലിയിൽ 3-4 വോട്ട് വെച്ച് നോക്കിയാൽ 20 ലക്ഷത്തോളം വിശക്കുന്ന വയറുകളാണുള്ളത്. ഇതൊക്കെ അതിദരിദ്രരല്ലേ? പെട്ടെന്ന് അവരുടെ ദാരിദ്ര്യമെല്ലാം ആവിയായി പോയോ? വലിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊക്കെ വരാൻ, അതിദാരിദ്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരാണ് റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകൾ പറയുമ്പോൾ, ദാരിദ്ര്യമുക്തിയുടെ കണക്കുകൾ പറയുമ്പോൾ ഭരണത്തിൽ കൂടുതൽ പഞ്ചായത്തിൽ ഭരണത്തിലിരിക്കുന്നത് ഇടതുപക്ഷങ്ങളാണ്. ജില്ലാ പഞ്ചായത്തുകളാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും അവിടെ ഇടതുപക്ഷത്തിന് കണക്കുകൾ പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പല്ല, മറിച്ച് സ്വന്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്കെതിരെ കൂടിയുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു കണക്കിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇടതുപക്ഷത്തിന് എപ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിയാറുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. നിയമസഭയിലേക്ക് UDF ജയിച്ചു വരുമ്പോഴും ലോക്സഭയിലേക്ക് UDF തൂത്തുവരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിയ UDF അവസാനം അമ്പേ പാളിയില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയില്ലേ? ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം പലതിൻ്റെയും സൂചനയാണെന്ന് പറയാമെങ്കിലും കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെയോ ഭരണാനുകൂല വികാരത്തിൻ്റെയും ഒരു റിസൾട്ടാണെന്ന് പറയാനാവില്ല. ലോക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് പ്രധാനമായി വരുന്നത്. പക്ഷേ അത് ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിൽ പാർട്ടികൾ ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നും പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.